ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നിലവിലെ ജേതാക്കളായ അർജന്റീനയുടെ ലക്ഷ്യം ആ വേൾഡ് കപ്പ് കിരീടം നിലനിർത്തുക എന്നുള്ളതാണ്. മെസ്സിയും കൂട്ടരും അതിനു വേണ്ടിയാണ് വരുന്നത്. കഴിഞ്ഞ 2022 വേൾഡ് കപ്പിന് ശേഷവും മികച്ച പ്രകടനമാണ് അർജന്റീന നടത്തിയിട്ടുള്ളത്. 1-2 തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കാൻ അർജന്റീന ദേശീയ ടീമിന് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് കണ്ടെത്തുന്നതിന്റെ അവസാന ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ സ്കലോണിയുള്ളത്. അർജന്റീൻ മാധ്യമങ്ങൾ പറയുന്നത് 21 പേരുടെ കാര്യത്തിൽ ഇപ്പോൾ ധാരണയിൽ എത്താൻ സ്കലോണിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അർജന്റീനയുടെ സ്ക്വാഡിലേക്ക് 21 താരങ്ങളെ അദ്ദേഹം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ 5 പൊസിഷനുകൾ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. അർജന്റീനയുടെ വേൾഡ് കപ്പ് സ്ക്വാഡ് ഇങ്ങനെയായിരിക്കും. ഗോൾ കീപ്പർമാരായിക്കൊണ്ട് എമിലിയാനോ മാർട്ടിനസ്, ജെറോണിമോ റുള്ളി, യുവാൻ മുസോ എന്നിവരായിരിക്കും ഉണ്ടാവുക. ഇനി ഡിഫൻഡർമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നെഹുവേൽ മൊളീന, ഗോൺസാലോ മോണ്ടിയൽ, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, ക്രിസ്ത്യൻ റൊമേറോ, നിക്കോളാസ് ഓട്ടമൻഡി, ലിസാൻഡ്രോ മാർട്ടിനസ് എന്നിവർ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മധ്യനിരയിൽ റോഡ്രിഗോ ഡി പോൾ, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കാലിസ്റ്റർ, ലിയാൻഡ്രോ പെരേഡസ്, എസിക്കിയൽ പലാസിയോസ്, തിയാഗോ അൽമേഡ, നിക്കോ പാസ് എന്നിവർക്ക് സ്ഥാനം ഉറപ്പാണ്. ഇനി മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലയണൽ മെസ്സി, ഹൂലിയൻ ആൽവറസ്, ലൗത്തറോ മാർട്ടിനസ്, നിക്കോളാസ് ഗോൺസാലസ്, ജൂലിയാനോ സിമിയോണി എന്നിവർക്ക് സ്ഥാനം ഉറപ്പാണ്. ഇങ്ങനെ 21 താരങ്ങൾ ഇപ്പോൾ ടീമിനകത്ത് സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 5 പൊസിഷൻ കൂടിയാണ് അവശേഷിക്കുന്നത്. ആ പൊസിഷനുകൾക്ക് വേണ്ടി 10 താരങ്ങൾ ഫൈറ്റ് നടത്തുന്നു എന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. അത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഏറ്റവും മികച്ച ഒരു സ്ക്വാഡിനെ തന്നെയാണ് സ്കലോണി അണിനിരത്തുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.